കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടത് കിരണ് മനോഹറിനെ പഞ്ഞിക്കിടുന്നുണ്ട്. കാരണം അബദ്ധവശാ പോയി മനോഹർ കിരണിന്റെ മുന്നിൽ പെട്ടുപോവാണ്. കിരൺ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിഷയാണ് മനോഹർ വിവാഹം കഴിച്ചാന്നൊക്കെയുള്ളത്. പക്ഷെ കിരണിനും കല്യാണിക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായി. കാരണം നിഷയുടെ അഹങ്കാരത്തിന് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ സമയം നിഷ അകത്തിരിക്കുക റെസ്റ്റോറന്റിനകത്ത്. ഇത്ര സമയമായിട്ട് രോഹിയേട്ടൻ വന്നിട്ടില്ല. രോഹിയുടെ ബാത്റൂമിൽ പോവാന്ന് പറഞ്ഞിട്ട് എത്ര സമയമായി പോയിട്ട് ഇതിലായിട്ട് എന്താ വരാത്തേന്ന് ഓർത്ത് നിഷ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ സമയം കിരണും കല്യാണി അകത്തിരിക്കുന്നുണ്ട്. മനോഹറിന് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ടൊരു മടി. ഇനി അവരുടെ മുന്നിൽ കൂടെ എങ്ങനെയാ പോണേ? അവര് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ അവർ പോയതിന് ശേഷമാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. പെട്ടെന്ന് നിഷ ചോദിച്ചു, ഇതെന്താ രോഹിയേട്ടാ, എത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ ഒന്നും പറയണ്ട, ഇച്ചിരി പ്രശ്നമായെന്ന് പറയാ. എന്താ? എന്റെ വയറിന് നല്ല സുഖമില്ലായിരുന്നു പറയാ. അതാന്ന് പറയാം. അയ്യോ, അപ്പിനി എന്ത് ചെയ്യും? കുഴപ്പമൊന്നുമില്ല, അത് ശരിയായിട്ടുണ്ട്. ഞാനേ ഒരു ഗുളിക വാങ്ങി കഴിച്ചെന്ന് പറയണം. അതാ ഇച്ചിരി ലേറ്റ് ആയെന്ന് പറയാം. സാരമില്ല കേട്ടോ, നമുക്ക് ഇനി കുറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോകാന്ന് പറയും. ഇനി മോളിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാൻ പറയണേ. അങ്ങനെ നിഷയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ നിഷ ഓർഡർ ചെയ്യുക. പിന്നീട് മനോഹറിന് നിഷ ഫുഡ് കഴിക്കുക. ഈ സമയത്ത് മനോഹറിന് നിഷ ചോദിച്ചു, അല്ല മനുവേട്ടാ, എപ്പോഴും നമുക്ക് സ്വീകരണം കിട്ടുന്നേ? അല്ല, റിസപ്ഷനൊക്കെ വെക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വീകരണം കിട്ടുമോന്ന് ചോദിക്കാം. റിസപ്ഷനൊക്കെ അവര് തരുമോന്ന് ചോദിക്കാം. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അതെ, ഇവിടത്തെ പോലെ ഒന്നും അല്ല അവിടെ. എനിക്ക് ഇഷ്ടം പോലെ അമേരിക്കൻ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ നല്ല ഗംഭീര സ്വീകരണം തന്നെയായിരിക്കും നമുക്ക് തരുന്നേ. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ചെല്ലുന്നതല്ലേ. പോരാത്തിന് ഞാനൊരു VIP കൂടെ അല്ലേ അവിടെ. കണ്ടോ മോളും അവിടെ ചെന്ന് കഴിയുമ്പോ അമേരിക്ക ചെല്ലുമ്പോഴാണ് മോളിന് ശരിക്കും ഈ രോഹിയേട്ടൻ ആരാന്ന് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടപ്പോ നിഷ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് രോഹിയേട്ടൻ ആളൊരു കേമനല്ലേന്ന് ചോദിക്കാം. ഈ സമയം മനോഹർ മനസ്സിൽ പറയാ, നീ ഇനി പലതും അറിയാൻ പോകുന്നുള്ളൂ. പിന്നീട് മനോഹർ ചോദിച്ചു, അല്ല മോളു, നമ്മളിനി അമേരിക്കക്ക് പോണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതെന്താ കിരണേട്ടാ അങ്ങനെ പറഞ്ഞു? അല്ല, ഇപ്പൊ എന്റെ മാമൻ മരിച്ചിട്ട് അതിന്റെ ചടങ്ങുകളൊക്കെ കഴിയണമല്ലോ. അതും കഴിഞ്ഞ് ഇപ്പൊ മോളുവിന്റെ പേരിലും അങ്ങനെ മോളിന്റെ അച്ഛന്റെ അമ്മയുടെ പേരിലൊക്കെ പാസ്പോർട്ടും വിസയെല്ലാം ശരിയാക്കേണ്ടതെന്ന് ചോദിക്കും. അത് ശരിയാ, അതിനൊക്കെ ശേഷം നമുക്ക് പോകാന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ഇവിടെയുള്ള സ്ഥലവും വീടും എല്ലാം വിറ്റുപെറുക്കി ക്യാഷ് ആക്കണം. പിന്നെ നമ്മൾ അമേരിക്കയിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലോ. മോളൂര് അവിടെ താമസിക്കാനല്ലേ ഇഷ്ടം ചോദിക്കും. പിന്നീട് കിരണും കല്യാണിയും കൂടെ റെസ്റ്റോറന്റിൽ നേരെ ഇറങ്ങി പോകുന്ന കല്യാണിക്കുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാണ്. അങ്ങനെ അവരങ്ങോട്ട് കയറി പോകുമ്പോഴാണ് അവിടെ വെച്ച് പ്രകാശനെ കാണുന്നത്. പ്രകാശൻ അവിടെ നിൽക്കുകയാണ്. കാരണം കാർത്തിക്ക് കുറെ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ കാർത്തി അങ്ങോട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വന്നാണ്. പ്രകാശൻ അവിടെ അപ്പം പാർക്കിംഗ് ഏരിയ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ കിരണയും കല്യാണിയും കണ്ടപ്പോഴത്തേനും ചോദിച്ചു, ഓഹോ, രണ്ടുപേരും കൂടെ എന്തായിരിക്കും ഇപ്പൊ ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അല്ല പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പിന്നെ പലചരക്ക് സാധനം മേടിക്കാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാം. ഓ, പിന്നെ വലിയ തമാശക്കാരനാണല്ലോ, വലിയ തമാശ ഉള്ളതെന്ന് പറയുന്നതെന്ന് പറയാം. അല്ല, എന്ത് പറ്റി? അല്ല, ഇവൾക്ക് എന്തോ വലിയ ആദരവ് കിട്ടാൻ പോവാന്നോ ഡൽഹിക്ക് പോവാന്നൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അറിഞ്ഞോ? അറിഞ്ഞെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇവള് എങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ലടാ. ഇനിയിപ്പൊ ഡൽഹിക്കെന്നല്ല അമേരിക്ക പോലും ഇവള് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവള് മാത്രല്ല, നീയും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ഇനിയിപ്പം ഞാനാടാ നിന്റെ ഒക്കെ മേലെ ഉയർന്നു വരാൻ പോകുന്നു. ഞാനും എന്റെ മോനും. നീ കണ്ടോ, നിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ തകർന്ന് തരിപ്പണാൻ പോവാ. ഞങ്ങള് പുതിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തുടങ്ങാൻ പോവാന്ന് പറയാ. ആ സമയത്ത് നീ കണ്ടോ, നിനക്കൊരു പണിയും കൂലിയില്ല, നീ തെണ്ടി തിരിഞ്ഞവിടെ ഇരിക്കും എന്ന് പറയാ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായാലും ഞങ്ങൾ ആരുടെയും കാല് പിടിച്ച് വരുന്നില്ലെന്ന് പറയാ. കിരൺ പറഞ്ഞു, അല്ല, അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ എന്റെ അമ്മായച്ചൻ ആ മോഹം അങ്ങോട്ട് എടുത്ത് മനസ്സിൽ നിന്ന് മാറ്റിയേക്കാൻ പറയണം. പ്രകാശ് ചോദിച്ചു, ആരടാ നിന്റെ അമ്മായച്ചൻ? ഓ, അമ്മായച്ചനും അല്ലല്ലോ അല്ലേ? കല്യാണി പറഞ്ഞു, എന്തിനാ കിരണായിട്ട് അങ്ങനെയൊക്കെ വിളിക്കുന്നേ? അങ്ങനെ പോലും വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയണേ. ഒരു വെറുതെക്കാരനായിട്ട് പോലും കാണാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, പിന്നെ അന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര താല്പര്യമില്ല നിന്നെ അങ്ങനെ കാണാനായിട്ട്. നിന്നെ എന്റെ മകളായിട്ട് ഒരിക്കലും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കൊരു മകളുണ്ടേ, അതാരെന്നറിയ? കാർത്തിക. അവൾ എന്നെ അച്ഛാന്നാ വിളിക്കണേ. അതേപോലെ ഒരു മോളെ കിട്ടണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം. നീ കണ്ടു പഠിക്കടി. എന്നെ നിലത്ത് നിന്നല്ല നിർത്തുന്നതെന്ന് പറയാം. നിനക്കത് മനസ്സിലായി കാണുമല്ലോ. നിന്റെയൊക്കെ സൈറ്റ് വർക്ക് അങ്ങോട്ട് പോയില്ലേ? കാർത്തിക മോൾക്ക് കൊടുത്ത ആ കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങോട്ട് പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. കാർത്തിക മോൾ ഏൽപ്പിച്ചിരുന്ന വർക്ക്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു വാക്ക് പറഞ്ഞ പിന്നെ കാർത്തിക മോൾ അതിനപ്പുറം മറികടക്കുമല്ല. ഈ കോടികളുടെ ബിസിനസ് ആടി ഒരു ദിവസം കാർത്തിക മോൾക്ക് നടക്കണേ. പിന്നെയാണോ നിന്റെയൊക്കെ ഈ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് ചോദിക്കുക. കണ്ടോ, നാളെ നിന്റെ മുന്നില് നീയൊക്കെ നാണം കെടുത്തി എടുത്തിട്ടുണ്ടല്ലോ. എന്റെ വിക്രമാദിത്യൻ, എന്റെ മോന്, അവൻ ഉയർന്നതിൽ കൂടി നിന്റെയൊക്കെ തല ചവിട്ടി നിൽക്കും. നീ കണ്ടോളാൻ പറയാണ്. ഇതേട്ടപ്പോ കല്യാണി പറഞ്ഞു, ആയിക്കോട്ടെ. കിരൺ പറഞ്ഞു, രാജകുമാരനല്ലേ, ഇനിയിപ്പൊ രാജകുമാരനെ കൂടെ വളർത്തി അവസാനം ഇനിയിപ്പം ജയിലിൽ നിന്നും കൂടെ
ജയിലിൽ വന്നായിരിക്കും ഇനിയിപ്പൊ ഞങ്ങൾ കാണുന്നതെന്ന് പറയാം. പെട്ടെന്ന് ശാന്തടാ നീ അങ്ങനെ പറഞ്ഞേ. അല്ല, അവന്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ അതാ ചാൻസ്. ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയിപ്പം പരോട് കാലാവധി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പത്തേന് അടുത്ത വീണ്ടും പോണമല്ലോ. ഇനിയിപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരുടെയായാലും വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയോ തല തല്ലി പൊട്ടിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ജയിലിലേക്ക് തന്നെയല്ലേ പോണ്ടേ. അപ്പൊ അതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ പറഞ്ഞല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, നിനക്കൊക്കെ അങ്ങനെ പല തോന്നലുകളും ഉണ്ടാവൂടാ, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലടാ മോനെ കിരണേ. നീ മനസ്സിൽ കുളിച്ചിട്ടോ നിന്റെയൊക്കെ പതനം തുടങ്ങിയിടാന്ന് പറയാം. ഈ സമയം കല്യാണം പറഞ്ഞു, കിരണേട്ട എന്തിനാ ഇതൊക്കെ കേട്ടിരിക്കുന്നത്, വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് കിരണിന്റെ കയ്യെ പിടിച്ചങ്ങോട്ട് പോവാണ്. പൊക്കോ പൊക്കോ, നീ ഒന്നും അതേ കാലം ഇങ്ങനെ സൂയിക്കില്ലടി, ഈ പ്രകാശന പറയണേ എന്ന് പറയാണ്. പിന്നീട് കിരണും കല്യാണിയും കൂടെ അതിന് ടെക്സ്റ്റൈൽ ഷോപ്പിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. കാർത്തികേനെ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് കാർത്തികനോട് വെച്ച് കാണുന്നത്. അപ്പൊ പ്രകാശിനോട് ഉള്ളപ്പോ കാർത്തികയോട് ഉണ്ടാന്ന് വിചാരിച്ചു, പക്ഷെ തമ്മി കണ്ടുമുട്ടുന്ന ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല. അങ്ങനെ കാർത്തികാണ് കിരണിനെയും കല്യാണിയും കണ്ടപ്പോ സങ്കടമൊക്കെ ഒന്നു. പക്ഷെങ്കിൽ ഇപ്പൊ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം താൻ ഇവരുടെ അടുത്തിപ്പോ അനുകമ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരോട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് താൻ വന്ന കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല. താൻ വന്ന ലക്ഷ്യം മാറിപ്പോവും. അതുകൊണ്ട് അതൊരിക്കലും പാടില്ല. പിന്നീട് നേരെ കല്യാണിന്റെ അടുത്തേക്ക് കാർത്തിക ചെല്ലുവാണ്. കാർത്തികനെ കണ്ടു കഴിഞ്ഞപ്പോ കല്യാണി ഒന്നും മിണ്ടിയില്ല, മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പത്തേനും കാർത്തിക പറഞ്ഞു, അതെ എന്റെ അച്ഛൻ പുറത്തു ഇപ്പുണ്ടായിരുന്നു, കണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ട് കല്യാണി ചോദിച്ചു, അച്ഛനോ? ഏതച്ഛൻ? അല്ല, നിങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ ഒരാളില്ലേ പ്രകാശൻ എന്ന് പറഞ്ഞേ. അതെ, പ്രകാശൻ എന്റെ ഇപ്പൊ അച്ഛൻ എന്ന് പറയണോ? കിരൺ പറഞ്ഞു, നല്ല കാര്യം. അയാളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ശരിക്കും സ്വഭാവം അറിഞ്ഞു വരുമ്പത്തേനും അച്ഛനെന്നുള്ള സ്വപ്നങ്ങളൊക്കെ അങ്ങോട്ട് പൊക്കോളെന്ന് പറയാം. കാർത്തിക പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കിരണേ. കാരണം എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അദ്ദേഹം അത്ര വലിയ ഇതൊന്നുമല്ല. ഞാൻ കണ്ടെടുത്തോളം പക്ഷെ അദ്ദേഹം പാവമെന്ന് പറയണേ. കല്യാണി പറഞ്ഞു, യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ല ചേട്ടാ. പെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചതുർത്ഥിയാ. പക്ഷെ കാർത്തികയുടെ സ്വത്ത് കണ്ടിട്ടാണ് പുറകെ കൂടിയിരിക്കുന്നത്. അധികം വൈകാതെ അതൊക്കെ മനസ്സിലാവും എന്ന് പറയാം. ഇത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു, എന്താണെങ്കിലും നിങ്ങളുടെ അത്രയും വലിയ ദുഷ്ടത്തരവും ഞാൻ എന്റെ അച്ഛനോട് കാണിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. കിരൺ പറഞ്ഞു, അതൊക്കെ കണ്ടറിയാം, നീ വാ കല്യാണി എന്ന് പറഞ്ഞ് കല്യാണിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാ. ഈ സമയം പ്രകാശൻ ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വന്നേ. പ്രകാശൻ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കൊടുക്കേണ്ട മറുപടി തന്നെയാ മോള് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയായിരുന്നു മോളുടെ അടുത്ത് വന്ന എന്തേലും വെല്ലുവിളി നടത്തുന്ന, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. ഈ സമയം കാർത്തിക മനസ്സിൽ പറയാ, ഇവിടെ പ്രകാശ, നീ കേൾക്കാൻ വേണ്ടിയാടാ ഞാനിത് പറഞ്ഞത്. നീ മനസ്സിലാക്കണം, എനിക്ക് അവളോട് ശത്രുതയാന്ന്. അതിനുവേണ്ടി മാത്രമാ. അവളെന്റെ അനിയത്തിയാടാ. അവളെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കാൻ പോകുന്നില്ല. നീ കളി ശരിക്കും കാണാൻ പോകുന്നുള്ളൂ. ഈ കാർത്തിക ആരാന്നുള്ള കാര്യം. പിന്നീട് പ്രകാശനോട് വാ, അച്ഛന് ഡ്രസ്സ് എന്തെങ്കിലും വേണമെന്ന് നോക്കി. വേണ്ട മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് മുണ്ടോ ഷർട്ടോ എന്ത് വെള്ളം എടുക്കാം വാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം കാർത്തിക നേരെ അമ്മേനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ അരികിലെത്തി. അപ്പൊ ലക്ഷ്മിയമ്മ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ കിരണയും കല്യാണിനെയൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് കണ്ടെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു, എന്നാലും മോളെ പാവം കല്യാണി, അവൾക്ക് വിഷമായി കാണുമല്ലേന്ന് ചോദിക്കാം. എനിക്ക് മനസ്സിലായ വിഷമായെന്ന്. പക്ഷേ എങ്കിൽ ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയാനേ തോന്നിയത്. അമ്മയ്ക്ക് അറിയാലോ, ഞാനിപ്പം ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പോവാ. ആ സമയത്ത് വേറെ തടസ്സങ്ങളും എനിക്ക് ഇടയിൽ ഉണ്ടായിക്കൂടാ. അറിയാലോ, എന്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞ പ്രകാശനെ തകർക്കാന്നുള്ളതാണ്. അപ്പൊ ആ തകർച്ചയ്ക്ക് മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, കാരണം അകറ്റി നിർത്തുന്നതോടെ കുറെ നാളത്തെ കയറ്റി നിർത്തിയേ പറ്റുള്ളൂ. അവസാനം മാത്രം ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്ന് പറയാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചതെന്ന് പറയാ. ഇനി അധികം നാളില്ല പ്രകാശനെ വിക്രത്തിനെയൊക്കെ തകർക്കാനായിട്ട്. ഞാൻ അങ്ങനെ അതിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. ഇത് കേട്ടാൽ ലക്ഷ്മി പറഞ്ഞു, ഒരു കാരണവശാലും വെറുതെ വിടല്ലേ. പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അത്രയ്ക്ക് എന്നാ പറഞ്ഞേ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക്, അല്ലെങ്കിൽ ഒരു വൃത്തികേട്ടങ്ങളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെ ഒരു ചിന്താഗതിയാ അയാൾക്ക്. ആ ചിന്താഗതി അയാൾ മാറ്റിയെടുക്കണം മോളെ. അയാള് നെഞ്ചുവേദന കൊണ്ട് പെടയണ സമയത്ത് അയാൾ മനസ്സിലാക്കണം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നിന്റെ അമ്മയും കാത്തിരിക്കുന്നതെന്ന് പറയണ. ഈ സമയം കാർത്തിക പറഞ്ഞ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് ആ കാഴ്ച കാണാൻ പറ്റുമെന്ന് പറയാണ്. അയാൾ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ പറ്റും. ഇത്രയും കാലം അമ്മയും ഞാനും എല്ലാം കാത്തിരുന്ന് അതിനു വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.